ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പാനിപ്പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും വേറെന്തൊക്കെയോ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ദിവസത്തിന് മുന്നേ പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പാനിപ്പൂരിയുടെ ഒരു മിക്സൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ വന്നത്. പക്ഷേ പാളിപ്പോയി, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ഉണ്ടാക്കണം നോക്കാം. സവാളൊക്കെ എടുത്ത് അരിഞ്ഞ് കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇക്കായാണ് കേട്ടോ ഇന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹാളിലേക്ക് വന്നപ്പോഴത്തേനാണ് ആസിയതാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊരു പിടി കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ഫൈനലി അത് നോക്കാം. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച എന്തോ ഫ്ലോപ്പായിട്ടുള്ള പണിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്തു വന്നപ്പോഴത്തേക്ക് സാധനം കൊള്ളാട്ടോ. അവൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് ഈ ഫോൺ അവളുടെ അടുത്ത് വേണം. അതാണ് അവളുടെ മെയിൻ. കിച്ചണിലേക്ക് വന്നപ്പോഴത്തേനും എല്ലാം ചെറവറ അരിഞ്ഞിടുന്നുണ്ടേ. ഈ ചെറവറ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പാനിപ്പൂരിയുടെ മിക്സ് എടുത്തിട്ട് ചൂടുവെള്ളത്തിലായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അതിൽ പാക്കിൽ എങ്ങനെയാണ് കാണിച്ച് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. നമുക്കിനി വെജിറ്റബിൾസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നാണ് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും കൊളായ എൻ്റെ പേര് വീഴത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാനതൊക്കെ സമ്മതിച്ചിട്ട് എന്തായാലും വെജിറ്റബിൾസൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ടൈമൊക്കെ നോക്കിയപ്പോഴത്തേക്കും 12:52 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എടുത്ത വെജിറ്റബിൾസ് എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ടാട്ടോ മിക്സ് ചെയ്താൽ. എന്നിട്ട് ഇതാ ഈ പൊരി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാനിപ്പൂരി ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ സംഭവം പാനിപ്പൂരിയുടെ ആ ഒരു സാധനമില്ലേ, ആ സാധനം നമ്മുടെ കയ്യിലില്ലായിരുന്നു. സോ നമ്മൾ ഈ പൊരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പൊരിയൊക്കെ തട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മിക്സില്ലേ, അത് നമുക്കിതിലേക്ക് തട്ടി ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ കുഴച്ച് വന്നപ്പോഴത്തേനും കുറച്ച് പൊരിയുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പൊരിയും കൂടി അങ്ങോട്ട് എടുക്കുന്നുണ്ടേ. അങ്ങനെ വീണ്ടും നമുക്ക് കുഴച്ചേ ഇരിക്കാം. എന്ത് പറയാനാ, വല്ലാത്തൊരവസ്ഥ. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്നാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ആശയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ തിന്നിരിക്കുന്നത്. കാരണം ഈ വീട്ടിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും അവളാട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നത്. ആശയാണ് ഞങ്ങളുടെ ഹീര. നമുക്ക് എന്തായാലും ആശയൊക്കെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ നേരെ ആശയൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്തപ്പോഴത്തേനും ആൾ പറഞ്ഞ് സ്പൂൺ വേണമെന്ന്. അങ്ങനെ നേരെ നമ്മൾ സ്പൂണും കൊണ്ട് കൊടുത്ത് ആശയെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആശ ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇക്കാങ്ങ് കൊടുത്തു. ഒറ്റയടിക്ക് നിൽക്കുക ആക്രാന്തത്തോടെ തിന്നുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഇക്കായും എസ് പറഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കഴിക്കുന്നത്. അവരൊക്കെ കഴിച്ച് ഫ്ലോപ്പ് അല്ലാന്ന് കണ്ടതിന് ശേഷം ഞാൻ എന്താ കഴിച്ചു നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് പണിയെന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കലാണ് കേട്ടോ. ഈ കുപ്പിയിലാണ് ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല, ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ തീരും. നമുക്ക് ജാറൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. നമുക്കിനി അടുത്തതായി നാരങ്ങ കട്ട് ചെയ്യാം ഗായ്സ്. നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് സ്ക്വീസ് ചെയ്ത് ഒഴിച്ച് അതിൽ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കാം. പഞ്ചാര ഇട്ടതിന് ശേഷം ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിയാ സീഡും കൂടി അതിൽ ആഡാക്കുന്നുണ്ട്. കസ്കസാണ് സാധാരണ ഇടാറ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിയാ സീഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.